പ്രധാന വാർത്തകൾ. മലയാളത്തിന്റെ സന്ദേശം മായുന്നു. ചിരിയുടെയും ചിന്തയുടെയും ആചാര്യൻ വിടവാങ്ങി. കൊച്ചി. കറുത്ത ഹാസ്യത്തിലൂടെ മലയാളിയുടെ പൊള്ളത്തരങ്ങളെ വെള്ളിത്തിരയിൽ വിചാരണ ചെയ്ത സമാനതകളില്ലാത്ത പ്രതിഭ ശ്രീനിവാസന് വിട. 4 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയരചന ജീവിതത്തിന് വിരാമമിട്ട് അദ്ദേഹം യാത്രയാകുമ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത് ഒരു വലിയ പാഠപുസ്തകത്തെയാണ്. കണ്ണൂരിന്റെ മകൻ. സിനിമയുടെ പ്രിയപ്പെട്ടവൻ. 1956 ഏപ്രിൽ 6-ന് കണ്ണൂരിലെ തലശ്ശേരിക്കടുത്തുള്ള പാട്യം ഗ്രാമത്തിലാണ് ശ്രീനിവാസന്റെ ജനനം. പരേതരായ ഉണ്ണി, ലക്ഷ്മി എന്നിവരാണ് മാതാപിതാക്കൾ. രാഷ്ട്രീയവും കലയും സമന്വയിച്ച് കണ്ണൂരിന്റെ മണ്ണിൽ നിന്നാണ് അദ്ദേഹം തന്റെ നിരീക്ഷണ പാടവം നേടിയെടുത്തത്. സഹോദരൻ പവിത്രൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുടെ പിന്തുണയോടെയാണ് ചെന്നൈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അദ്ദേഹം വണ്ടി കയറിയത്. സിനിമാ പ്രവേശം 1970-കളുടെ അവസാന പാദത്തിലാണ് ശ്രീനിവാസൻ സിനിമയിലെത്തുന്നത്. 1976-ൽ പി.എ. ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം ആയിരുന്നു ആദ്യ ചിത്രം. എന്നാൽ 80കളിൽ സത്യൻ അന്തിക്കാട് പ്രിയദർശൻ കൂട്ടുകെട്ടിലൂടെയാണ് തിരക്കഥാകൃത്തെന്ന നിലയിലും നടനെന്ന നിലയിലും അദ്ദേഹം മുൻനിരയിലേക്ക് വന്നത്. കുടുംബം. സ്കൂൾ ടീച്ചറായിരുന്ന വിമലയാണ് ഭാര്യ. അച്ഛന്റെ വഴി പിന്തുടർന്ന് സിനിമയിൽ സജീവമായ പ്രശസ്ത ഗായകനും സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ, നടൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരാണ് മക്കൾ. മരുമക്കൾ. ദിവ്യ, വിനീതിന്റെ ഭാര്യ; അർപ്പിത, ധ്യാനിന്റെ ഭാര്യ. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒരു കാലം. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ ദാസനും വിജയനും മലയാളിയുടെ തൊഴിലില്ലായ്മയുടെയും അതിജീവനത്തിന്റെയും പ്രതീകങ്ങളായി. സന്ദേശം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ വിമർശനങ്ങൾ ഇന്നും പ്രസക്തമാണ്. വടക്കുനോക്കി യന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ ചിത്രങ്ങളിലൂടെ സംവിധായകനായും അദ്ദേഹം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ദേശീയ അവാർഡ്, സംസ്ഥാന അവാർഡുകൾ തുടങ്ങി എണ്ണമറ്റ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിലെ വസതിയിലും തുടർന്ന് പൊതുദർശനത്തിന് വെക്കുന്ന മൃതദേഹത്തിലും സിനിമാ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിക്കും.